ചന്ദ്രകുഞ്ഞേ, ജാനു, എന്നാ നീ ചോദിച്ച രൂപ എനിക്ക് പേടിയാവുന്നു. കുഞ്ഞ് പേടിക്കണ്ട. എന്താ ജാനു നീ കാണിക്കുന്നത്? എന്താ കുളിമുറിയിൽ ഇങ്ങനെ പെട്ടെന്ന് കേറി വന്ന അത്ര നാണമുള്ളവരെന്തിനാ കതവ് കുറ്റിയിടാതെ കുളിക്കാൻ പോയത്? ജാനു പോ, ഞാൻ കുളിക്കട്ടെ. നാളെ സുമതിയുടെ കണ്ണിന്റെ കെട്ടഴിക്കുന്നത്. ഞാൻ ചോദിച്ച 500 രൂപ ഇന്ന് തരണം. ഞാൻ പറഞ്ഞില്ലേ എന്റെ കയ്യിൽ 300 ഉള്ളൂന്ന്. അത് ഞാൻ തന്നേക്കാം. ജാനു, ഇവിടെ തന്നെ നിൽക്ക്, ഞാനിപ്പോ വരാം. ജാനു, എന്താ കുഞ്ഞ് വല്ലാതിരിക്കുന്നേ? ഇത് 500 രൂപ. നീ താത്തേക്ക് പോയിക്കോ, അമ്മ ഇപ്പൊ വരും. കുഞ്ഞ് പിണങ്ങിയാണോ? ഇപ്പൊ ഒന്നും ചോദിക്കണ്ട, നീ താത്തേക്ക് പോയിക്കോളൂ. എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് മിണ്ടാനാ ജാനു? എന്നാ മാനം കിടാൻ തയ്യാറായിക്കോ. അടിക്കടി ഇങ്ങനെ പണം ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? അതെനിക്കറിയേണ്ട ആവശ്യമില്ല. എന്നെ പിഴപ്പിച്ചത് നിങ്ങളാ, ഇനി എന്നെ രക്ഷിക്കേണ്ടത് നിങ്ങളാ. ഇങ്ങനെയൊന്നും പറയരുത് ജാനു, അമ്മയറിഞ്ഞ. ഇന്ന് രാത്രി ഞാൻ ചോദിച്ച പണവും കൊണ്ട് കുളക്കടയിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞ് എന്റെ വയറ്റിൽ വളരുന്നുണ്ടെന്ന് അമ്മയോട് മാത്രമല്ല ഞാൻ ഈ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു മാനം കൊടുത്തു. എന്ത് പറയുന്നു? രാത്രി പണം കൊണ്ടുവരുമോ ഇല്ലയോ? വന്നാ നിങ്ങൾക്ക് നല്ലത്, ഞാൻ കുളക്കടവിൽ ഉണ്ടാവും.
ഭയപ്പെടാനൊന്നുമില്ല. നിങ്ങളുടെ മകന്റെ രോഗം സുഖപ്പെടുത്തുന്ന കാര്യം ഞാൻ ഏറ്റു. ഡോക്ടർ, എന്റെ മോൻ ഒട്ടും സംശയിക്കണ്ട. നിങ്ങൾ ഇപ്പൊ പൊയ്ക്കൊള്ളൂ. നാളെ മകനെയും കൂട്ടി എന്നെ ഒന്ന് കാണും. ശരി ഡോക്ടർ, വളരെ ഉപകാരം സാർ. ഓ, എല്ലാം ശരിയാവും. മകനെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. പോകാം മോനെ. താങ്ക് യു ഡോക്ടർ. ജസ്റ്റ് എ മിനിറ്റ്. കൺഗ്രാറ്റുലേഷൻ. താങ്കളുടെ കണക്കൂട്ടൽ ശരിയായിരുന്നു. താങ്കൾക്ക് വേണ്ടതെല്ലാം ഇതിനകത്തുണ്ട്. ലോട്ട് ഓഫ് താങ്ക്സ് ഡോക്ടർ. ബാക്കിയെല്ലാം ഞാൻ പിന്നെ ഒന്ന് പറയാം. സോറി വാസു, ഐ ആം വെരി സോറി. എന്താണ് സാർ? നിരപരാധിയായ വാസുവിനെ കുറ്റവാളിയാക്കി ജയിലിൽ അടക്കേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. കുറ്റവാളിയെ കണ്ടുപിടിച്ചോ സാർ? കണ്ടുപിടിച്ചു. ആരാണത്? ചന്ദ്രു. ചന്ദ്രു? അതെ. വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ? ഞാനാണ് കുറ്റവാളിയെന്ന് നിങ്ങൾ ആദ്യം വിശ്വസിച്ചു. അതുപോലെ അല്ല, അവനാണ് കുറ്റവാളി എന്നതിനുള്ള എല്ലാ തെളിവുകളും ഈ ടേപ്പിലുണ്ട്. അന്ന് വാനിൽ വെച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീ എന്നോടൊരു കാര്യം പറഞ്ഞു. ജാനുവിന്റെ ഘാതകൻ ആരാണെന്നറിയാനുള്ള ഒരേ ഒരു ആശ മാത്രമേ നിന്നിൽ അവശേഷിക്കുന്നുള്ളൂ എന്ന്. ആ വാക്കുകൾ നിഷ്കളങ്കമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ പിന്നെയും അന്വേഷണം തുടർന്നത്. ഇനി എത്രയും വേഗം നിന്നെ ഞാൻ മോചിപ്പിക്കും. എന്ത്? എന്നെ പുറത്തു വിടരുത് സർ. എന്റെ ജീവിതം ഇവിടെ തന്നെ അവസാനിക്കുന്നതാണ് എനിക്കിഷ്ടം. വാസു, വിട്ടിത്തരം പറയരുത്. സാറിനത് മനസ്സിലാവില്ല. എന്റെ ജാനുവിനെ ഞാൻ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. അവൾ മരിച്ചതോടെ ഈ ജന്മവും എനിക്ക് ഒടുങ്ങിക്കഴിഞ്ഞു. അവളില്ലാത്തൊരു ലോകത്ത് എനിക്കൊരു ജീവിതം ആവശ്യമില്ല സർ. വാസു, സത്യത്തിൽ ഞാൻ തന്നെയാണ് കുറ്റവാളി. എന്റെ കുടിയും എന്റെ ധർമ്മവുമാണ് എന്നെ നശിപ്പിച്ചത്. അത് മനസ്സിലാക്കാതെ പൊന്നും പണവും ഉണ്ടാക്കിയിട്ട് അവളെ കല്യാണം കഴിക്കാൻ കാത്തിരുന്നതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇനി അത് മറന്നു കളയും. എനിക്ക് പറന്നു നിൽക്കാൻ നേരമില്ല. ഉടനെ പോകണം. കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യണം. വേണ്ട സാർ, അവനെ വെറുതെ വിട്ടേക്കൂ. അവനെ ശിക്ഷിച്ചതുകൊണ്ട് എന്റെ ജാനുവിനെ ഒരിക്കലും എനിക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ആ തെളിവുകളെല്ലാം നശിപ്പിച്ചേക്കൂ സാർ. ആ പയ്യനെങ്കിലും ജീവിച്ചോട്ടെ. എന്റെ സുമതിയെ ഏറ്റെടുത്തതിലും വലിയൊരു ഉപകാരം സാർ എനിക്ക് ചെയ്യേണ്ടതില്ല. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ പോലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ